ഈ ആനയെ എവിടേക്കായിരിക്കും കൊണ്ടുപോവുക ദീപക്? സുജിയ, ഈ കാട്ടിക്കുളം തോൽപ്പെട്ടി വനംവകുപ്പിന്റെ ഒരു മൃഗപരിപാലന കേന്ദ്രമുണ്ട്. ആനയെ ഇപ്പോൾ വെറ്ററിനറി സംഘം പ്രാഥമികമായി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ആനയ്ക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടൽ തന്നെയാണ് വനംവകുപ്പ് ജീവനക്കാർ. അതായത് ആനയുടെ വലത്തെ മുൻകാലിന് ചെറിയ മുടന്തുണ്ട്, ആനയ്ക്ക് നടക്കുന്നതിൽ ചെറിയ പ്രയാസമുണ്ട്. ഈ ആനക്കുട്ടിയെയാണ് ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റിയതിനു ശേഷം പ്രാഥമികമായി ആരോഗ്യ പരിശോധനകൾ നടത്തിയതിനു ശേഷമായിരിക്കും വനംവകുപ്പിന്റെ ഈ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുക എന്നാണ് വനംവകുപ്പ് ജീവനക്കാർ നമ്മളോട് നേരത്തെ വ്യക്തമാക്കിയത്. സുജിയ, മുള്ളൻകൊല്ലിയിൽ ഇറങ്ങിയ കുട്ടിയാന, ഈ ആന ഒരു കൂട്ടമായി എത്തിയതിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാനയാണോ? എപ്പോഴാണ് ഈ ജനവാസ കേന്ദ്രത്തിൽ ഈ കുട്ടിയാനെ ആദ്യം കണ്ടത് ദീപക്? ഈ പ്രദേശത്ത് കുട്ടിയെ കണ്ടെത്തിയത് അത് സ്ഥിരമായി വേലുമക്കനെയൊക്കെ ഇറങ്ങിയ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് എടയൂർ കുനി. ഈ ഭാഗത്താണ് 2 ദിവസമായി ആനക്കുട്ടിയെ കാണാൻ തുടങ്ങിയത്. പിന്നീടാണ് വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി ഈ ആനക്കുട്ടിയെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്. വനംവകുപ്പ് ജീവനക്കാർ മുള്ളൻകൊല്ലിയിൽ ഇറങ്ങിയ കുട്ടിയാനയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനയുടെ മുൻകാലിലാണ് കയർ കെട്ടി ബന്ധിപ്പിച്ചിരിക്കുന്നത് തോന്നുന്നു. ആനയുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ടോ ദീപക്? അത് ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. തന്നെയാണ്. അതായത് ആനയുടെ വലത്തെ മുൻകാലിന് ചെറിയ പരിക്കുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വനംവകുപ്പിന്റെ വെറ്റിനറി ടീം അംഗങ്ങളുണ്ട്. അവർ ഈ ആനയെ ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. 6 ടീം അംഗങ്ങളും വനംവകുപ്പ് ജീവനക്കാരും ചേർന്നാണ് ആനക്കുട്ടിയെ ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റിയിട്ടുള്ളത്. ആനയുടെ മുൻകാലിന് ചെറിയ ഒരു മുടന്തുണ്ട് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ആനയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നേരത്തെ വനംവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് വിവരം ലഭിച്ചതും. ഏതായാലും ഈ ആനയെ കയറുകെട്ടി തണുപ്പിച്ചതിന് ശേഷം കയറുകെട്ടി വെള്ളമൊഴിച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് വാഹനത്തിലേക്ക് കയറ്റിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആനയെ വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. ഒപ്പം വനംവകുപ്പ് ജീവനക്കാർ തുണിയൊക്കെ ഉപയോഗിച്ച് ആനയെ തണുപ്പിച്ച ശേഷം കൃത്യമായി മരങ്ങൾ സൈഡിൽ, അതായത് വാഹനത്തിൻ്റെ ഇരുവശവും മരങ്ങളൊക്കെ വെച്ച് കെട്ടിയാണ് ആനയെ സുരക്ഷിതമായി ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. സുജിയ, ഓക്കെ, മുള്ളൻകൊല്ലിയിൽ പിടിയിലായ കാട്ടാനയെയാണ് ഇപ്പോൾ അവിടെ നിന്ന് മാറ്റുന്നത്. ജനവാസ കേന്ദ്രത്തിലാണ് ഈ ആന ഇറങ്ങിയത്. കൂട്ടം തെറ്റി നാട്ടിൽപ്പെട്ടുപോയ കുട്ടിയാനയാണ് എന്ന് വേണം കരുതാൻ. മുള്ളൻകൊല്ലിയിൽ ജനവാസ കേന്ദ്രത്തിൽ ഒരു കുട്ടിയാനയെ കണ്ടെത്തി. 2 ദിവസത്തിന് ശേഷം ഇപ്പോൾ RRT സംഘം ഈ കുട്ടിയാനയെ പിടികൂടിയിരിക്കുകയാണ്. കയറും അതുപോലെ തന്നെ തടിക്കഷ്ണങ്ങളും ഒക്കെ ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയാണ് വാഹനത്തിൽ അതിനെ കൊണ്ടുപോകുന്നത്. കണ്ണ് വെളുത്ത തുണി കൊണ്ട് മൂടിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ചെറിയ ആനക്കുട്ടിയാണ്, അധികം പ്രായമാകാത്ത കുട്ടിയാന. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ആനകൾ ഒരുപക്ഷെ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാകാം. എന്തായാലും ഈ കുട്ടിയാനെ ഇനിയിപ്പോൾ വനംവകുപ്പ് കൊണ്ടുപോവുകയാണ്. RRT സംഘം വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. ആനയെ സുരക്ഷിതമാക്കി ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ആനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ഇനിയിപ്പോൾ ചികിത്സ നൽകുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ എവിടെയാണ് ഒരുക്കിയിരിക്കുന്നത് ദീപക്? സുജിയ, നിലവിൽ ഈ ആനയെ പരിപാലിക്കാനായി തോൽപ്പെട്ടി വനംവകുപ്പിന്റെ റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് വനംവകുപ്പ് ജീവനക്കാർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ആനയെ ഇപ്പോൾ തുണിയൊക്കെ മറിച്ച് ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ ആനയ്ക്ക് വലക്കാലിന് പരിക്കുണ്ട. ഇത്തരത്തിൽ കടുവയോ അങ്ങനെ എന്തെങ്കിലുമുള്ള മൃഗങ്ങൾ ആക്രമിച്ചതാകാം എന്ന് കരുതുന്നു എന്നുള്ള രീതിയിലും വനംവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്ന കുട്ടിയാനയാണ് ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റിയിട്ടുള്ളത്. നേരത്തെ ഈ ആനക്കൂട്ടത്തിൽ നിന്ന് കൂട്ടം തെറ്റി ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയ കുട്ടിയാന ദിവസങ്ങളായി ഈ മേഖലയിലൂടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഈ വനംവകുപ്പ് ജീവനക്കാർ ഇന്നലെ മുതൽ കുട്ടി ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. അതിപ്പോൾ വിജയകരമായി എന്ന് തന്നെ വേണം. വനംവകുപ്പിന്റെ ദൗത്യം ഫലം കണ്ടിരിക്കുന്നു. വനംവകുപ്പ് ജീവനക്കാരും RRT ടീം അംഗങ്ങളും ചേർന്ന് വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. വാഹനത്തിന്റെ പിറകിൽ 2 സൈഡിലും തടിക്കഷ്ണങ്ങളൊക്കെ വെച്ച് കയറ് കെട്ടി ആനയെ സുരക്ഷിതമായി ഇവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സുജിയ, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാനയെ ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ആനയുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ വാഹനത്തിലേക്ക് പൂർണ്ണമായും ആനയെ കയറ്റിയിരിക്കുന്നു. അതിന് ആവശ്യമായ വെള്ളമൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അതിന്റെ ദേഹം തണുപ്പിച്ചു കൊടുക്കുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിയാന ജനവാസ മേഖലയിൽ വീടുകളുടെയൊക്കെ അടുത്തേക്കൊക്കെ എത്തിയിരുന്നോ ദീപക്? സുജാ, വ്യക്തമായില്ല.
ദീപക്, ജനവാസ മേഖലയിൽ ആണല്ലോ ആന ഇറങ്ങിയത്. കൃഷിയിടത്തിലായിരുന്നോ അതോ വീടുകളുടെ അടുത്തേക്കൊക്കെ പോയിരുന്നോ ആന? സുജിയ, ഈ മുള്ളൻകൊല്ലി എന്ന് പറയുന്ന പ്രദേശം വയനാട് വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. തോൽപ്പെട്ടി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. സ്ഥിരമായി ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഈ വനാതിർത്തിയിൽ നിന്നാണ് കൂട്ടം തെറ്റിയെത്തിയ ആന ആദ്യം സമീപത്തെ വയലിലേക്കും നെൽപ്പാടങ്ങളിലേക്കും ഒക്കെ എത്തിയ ആന പിന്നീട് ജനവാസ മേഖലകളിലേക്കും വീടിന് സമീപത്തൊക്കെ എത്തിയിരുന്നു. ഈ വീടിന് സമീപത്തൊക്കെ എത്തി അതിലേക്ക് കറങ്ങി നടക്കുന്ന കുട്ടിയാനയുടെ ദൃശ്യങ്ങളൊക്കെ നേരത്തെ ഈ പ്രദേശത്ത് നിന്ന് ആളുകളൊക്കെ നിരവധി തവണ ആന കറങ്ങി നടക്കുന്നതൊക്കെ കണ്ടു. പിന്നീടാണ് ഈ ആനയ്ക്ക് മുൻകാലിന് എന്തോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ നാട്ടുകാർ ശ്രദ്ധിച്ചത്. പിന്നീട് വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് ജീവനക്കാർ പറയുന്നത് വന്യമൃഗം ആക്രമിച്ചതിനെ തുടർന്നാണ് ഈ കുട്ടിയാനയ്ക്ക് ഇത്തരത്തിലൊരു പരിക്കേറ്റത് എന്നുള്ള രീതിയിൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും കുട്ടിയാനയെ ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റി ഇവിടെ നിന്ന് തോൽപ്പെട്ടി വനംവകുപ്പിന്റെ തോൽപ്പെട്ടിയിലെ റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തി വനംവകുപ്പിന്റെ വെറ്റിനറി ടീം അംഗങ്ങൾ പ്രാഥമികമായി പരിശോധന നൽകും എന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ആറാട്ട് ടീം അംഗങ്ങളും ഒപ്പം വനംവകുപ്പിന്റെ ജീവനക്കാരും ഈ വാഹനത്തിൽ ആനയുടെ ചുറ്റും സുരക്ഷിതമായി നിർത്തി ഇവിടെ നിന്ന് ആനയെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സുജിയ, ഏതായാലും അതിന്റെ അമ്മയാന ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാകും. അതിന് ഒറ്റയ്ക്ക് ഒരു ക്യാമ്പിലേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് അങ്ങനെ നിലനിൽക്കാൻ കഴിയുമോ? തീരെ ചെറിയ ആനക്കുട്ടിയാണല്ലോ. സുജി, അതായത് വെറ്റിനറി ടീം അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലാണ് ഇവർ ഈ ആനയെ പരിശോധന നടത്തിയിരുന്നത്. ആനയ്ക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യം പ്രാഥമികമായി ഇവിടെ നോക്കിയിരുന്നത്. അതിൽ നിന്ന് മനസ്സിലായത് ആനയുടെ വലത്തെ കാലിന് പരിക്കുണ്ട് എന്നാണ്. തള്ളയാനയിൽ നിന്ന്, അതായത് കൂട്ടം തെറ്റിയെത്തിയ ആനയാണ് ഇത്തരത്തിൽ ഈ മേഖലയിലേക്ക് എത്തി ജനവാസ മേഖലയിൽ കറങ്ങി നടക്കുന്നത്. ഈ കുട്ടിയാന കറങ്ങി നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്നാണ് വനംവകുപ്പും ഒപ്പം നാട്ടുകാരും പറയുന്നത്. നാട്ടുകാർ 2 ദിവസമായി വനംവകുപ്പിനെ വിവരം അറിയിച്ചിരുന്നു. വനംവകുപ്പ് നിരവധി തവണ ഈ ആനക്കുട്ടിയെ കാട്ടിലേക്ക് തുരത്താൻ ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഈ കുട്ടിയാനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടിയാന കാട്ടിലേക്ക് പോകാതെ ഈ ജനവാസ മേഖലയിലും സമീപത്തെ കൃഷിയിടങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് പിന്നീടാണ് വനംവകുപ്പ് സ്ഥലത്തെത്തി. നേരത്തെയുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. ദീപക് മോഹൻ, അതൊരു കാപ്പിത്തോട്ടമാണോ? ഒരു കാപ്പിത്തോട്ടത്തിലേക്കാണോ കയറിയത്? എങ്ങനെ, എവിടുന്ന ഇന്നലെ വൈകുന്നേരത്തോടുകൂടില്ല കണ്ടത്? ഇന്ന് വെളുപ്പം കാലത്ത് റബ്ബർ വെട്ടാൻ പോയവരാ കണ്ട്. റബ്ബർ വെട്ടാൻ പോയവര് തള്ളയാനുണ്ടായിരുന്നോ കൂടെ? തള്ളയാനുണ്ടായിരുന്നു. എവിടെയുള്ളത്? ഈ തള്ളയാന ഇപ്പൊ ഇവിടെ ലേശം അങ്ങോട്ട് പോയാൽ കാണാം. ഓലഞ്ചേരി വനത്തിലുണ്ട് തള്ളാന. രാവിലെ വെളുപ്പിന് 4 മണി മുതൽ കരച്ചിലുണ്ടായിരുന്നു ആന, എൻ്റെ കുട്ടീൻ്റെ. അപ്പോൾ എന്തോ കടുവ എന്തോ പിടിച്ചാണെന്നാണ് ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് ഭയങ്കര കാലിന് പരിക്കുണ്ട്, മുൻകാലുണ്ട്, നല്ല മുറിവുണ്ട്. കാലിന് ഇടത്തെ കാലിനാണ് പരിക്കുള്ളത്. വലത്തു ഭാഗത്തായിട്ട് നല്ല പരിക്കുണ്ട്. അത് തുമ്പിക്കൈക്ക് മുറിവുകളുണ്ട്. എന്തായാലും പിന്നെ ഭയങ്കര ഒരവസ്ഥയായിപ്പോയി. കൊണ്ടുപോയി തോൽപ്പെട്ടിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവർ. സുജിയ, പ്രദേശവാസികൾ പറയുന്നത് പോലെ ഈ 2 ദിവസമായി ഈ മേഖലയിൽ ആനയുണ്ട്. ഇന്ന് രാവിലെയും സമീപത്തെ കൃഷിയിടത്തിൽ നിന്ന് ആന കരയുന്ന ശബ്ദം കേട്ടിരുന്നു. പിന്നീടാണ് വനംവകുപ്പ് വിവരം അറിയിച്ചത്. ആനയുടെ മുൻകാലിന് സാരമായ പരിക്കുണ്ട്. വന്യമൃഗം ആക്രമിച്ചതാണെന്നാണ് അറിയുന്നത്. ചികിത്സ നൽകട്ടെ, അതാണ് ഇപ്പോൾ വേണ്ടത്. അതിന്ന് രാവിലെയാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് ചെറിയ കുട്ടി. ആ കടവ് ഓടിച്ചെന്നാ പറയുന്നത്. കടവ് ഓടിച്ചാൽ ആരാ പറഞ്ഞു? കടവ് കടിച്ചു പോലെ ഉണ്ട്. ആട് കടിച്ചാണ്. തള്ളയാനായി സമീപത്തെ വനത്തിലുണ്ട്. വനത്തിലുണ്ട്, ഫോറസ്റ്റ് സൈന്യത്തിലുണ്ട്, അമ്പലത്തിൻ്റെ അടുത്തുണ്ട്. പിന്നെ വേഗകാല നല്ല പൂർണ്ണമായിട്ട് ഇതായിട്ടുണ്ട്, ഇളകിയിട്ടുണ്ട്, മുറിഞ്ഞിട്ടുണ്ട്. നല്ല മുറിവാണ്. നല്ല മുറിവാണ്. ഇവിടെ പകുതി ഭാഗമില്ല, നല്ല ഇതായിട്ടുണ്ട്. ആനക്കുട്ടിക്ക് ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ദീപക്, അവിടേക്ക് പോകാം. ആനക്കുട്ടിയെ കൊണ്ടുപോയിരിക്കുന്ന ഇടത്തേക്ക് പോകാം. തോൽപ്പെട്ടിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. മുള്ളൻകൊല്ലിയിൽ ഇറങ്ങിയ കുട്ടിയാനയെ ഇപ്പോൾ ആറാട്ടി സംഘം പിടികൂടി. അതിന് വേണ്ട ചികിത്സ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ തോൽപ്പെട്ടിയിൽ ഒരുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ കുട്ടിയാനയുടെ തള്ളയാന ആ ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. വന്യമൃഗം ആക്രമിച്ചു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. കടുവ കടിച്ചു എന്നാണ് അവർ പറയുന്നത്. പരിക്കേറ്റിട്ടുണ്ട് കുട്ടിയാനയ്ക്ക്. അതിനെ രക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട്